കേന്ദ്ര സർക്കാരിൽ ഉണ്ടായേക്കാവുന്ന അസ്ഥിരത സംസ്ഥാന സർക്കാരുകളിലേക്ക് പടർത്താനാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം വഴിവെക്കുക എന്ന് മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ SY ഖുറൈഷി. രാജ്യത്തിന്റെ ഫെഡറലിസത്തിന്മേൽ നടത്തുന്ന ആക്രമണമാണ് ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ആശയമെന്നും ഖുറൈഷി. തിരുവനന്തപുരം പാറശാല ഷാരോൺ രാജ് വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രഖ്യാപിച്ചത്. ഗ്രീഷ്മ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന കേരളത്തിലെ പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളി. റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ സംഭവം അന്വേഷണത്തിന് ഉത്തരവിട്ട് സംസ്ഥാന സർക്കാർ. ADGP S. ശ്രീജിത്ത് കേസ് അന്വേഷിക്കും. കോടശ്ശേരി വെട്ടിക്കുഴിയിൽ ജനവാസ മേഖലയിൽ പകൽ കാട്ടാനയിറങ്ങി വീട്ടുമതിൽ തകർത്തു. തുടർച്ചയായി ആനയിറങ്ങുന്നതോടെ ഭീതിയിൽ പ്രദേശവാസികൾ. ഒരു വിഭാഗം അധ്യാപകരും സർക്കാർ ജീവനക്കാരും പ്രഖ്യാപിച്ച സമരത്തെ നേരിടാൻ സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചു. പണിമുടക്ക് ദിവസം അനുമതിയില്ലാതെ ഹാജരാകാത്ത താൽക്കാലിക ജീവനക്കാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുമെന്ന് ചീഫ് സെക്രട്ടറി. റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല കടയടപ്പ് സമരം ഒഴിവാക്കാൻ ഭക്ഷ്യവകുപ്പ് മന്ത്രി നടത്തിയ ചർച്ച പരാജയം. 27 മുതൽ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ടു പോകുമെന്ന് റേഷൻ വ്യാപാരികൾ. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ ശക്തമായ വേലിയേറ്റം. സമീപത്തെ കടകളിലേക്ക് വെള്ളം കയറി. വേലിയേറ്റം തുടർക്കഥയാകുന്നതോടെ ആശങ്കയിൽ തീരവാസികൾ. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിൽ ഉണ്ടായേക്കാവുന്ന അസ്ഥിരത സംസ്ഥാന സർക്കാരുകളിലേക്ക് പടർത്താനാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം വഴിവെക്കുക എന്ന് മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ SY ഖുറൈഷി. രാജ്യത്തിന്റെ ഫെഡറലിസത്തിന് മേൽ നടത്തുന്ന ആക്രമണമാണ് ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ആശയമെന്നും ഖുറൈഷി. ശാസ്ത്രപ്രചാരകനും രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്ന പ്രൊഫസർ CJ ശിവശങ്കരന്റെ 4ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് CJS ട്രസ്റ്റും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും കോലഴി ഗ്രാമീണ വായനശാലയും സംയുക്തമായി സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിച്ച CJS സ്മാരക പ്രഭാഷണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു SY ഖുറൈഷി. Then the government decided that even if there is no consensus, we are going to push it down the throat of the nation, and they brought this up. They introduced the bill in Parliament, which is going to be discussed soon, which is what makes the subject, although it has been going on for 11 years, it becomes very topical. Now, originally when the Prime Minister talked about it, what are the things he had said? So let us understand. He says the cost of election is so high, and we have repeated elections, that it becomes a very costly thing, and the cost means two things. Cost to the election commission of the government for managing the election. കാലാവധി തികയ്ക്കും മുൻപേ ലോകസഭ പിരിച്ചുവിടേണ്ട സാഹചര്യമുണ്ടായാൽ ഒറ്റ തെരഞ്ഞെടുപ്പ് നിബന്ധന പ്രകാരം ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറിയ സംസ്ഥാന നിയമസഭകളും ഒപ്പം പിരിച്ചുവിടേണ്ടി വരും. അത് രാജ്യത്തെ ഒട്ടാകെ അസ്ഥിരതയിലേക്ക് നയിക്കും. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളായ ബഹുസ്വരതയെയും മതേതരത്വത്തെയും ഫെഡറലിസത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ഭേദഗതിയും നടത്തരുതെന്ന സുപ്രീം കോടതി ഉത്തരവിന്റെ ലംഘനമാകും ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന പരിഷ്കാരം. തെരഞ്ഞെടുപ്പിന് വേണ്ടി വരുന്ന ചെലവ് ഏറെയാണെന്ന കാരണം പറഞ്ഞ് ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായ ഒരു രാജ്യം ജനാധിപത്യം സംരക്ഷിക്കുന്നതിന്റെ ചെലവ് പാഴ്ചെലവാണെന്ന് പറഞ്ഞുകൂടാ. യാതൊരു രാഷ്ട്രീയ ധാർമ്മികതകളും പാലിക്കാത്ത BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ മാനദണ്ഡങ്ങൾ ശരിയാം വിധം പാലിക്കുമെന്ന് പ്രതീക്ഷിക്കാനാവില്ലെന്നും ഖുറൈഷി കൂട്ടിച്ചേർത്തു. കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ ജില്ലാ സെക്രട്ടറി ഡോക്ടർ K. പ്രദീപ് കുമാർ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം C. ബാലചന്ദ്രൻ, പ്രൊഫസർ CJ ശിവശങ്കരന്റെ മകൻ സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. തിരുവനന്തപുരം പാറശാല ഷാരോൺ രാജ് വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് AM ബഷീറാണ് വിധി പ്രഖ്യാപിച്ചത്. ഗ്രീഷ്മയ്ക്ക് ചെകുത്താൻ ചിന്തയാണെന്നും ബോധപൂർവം പദ്ധതി തയ്യാറാക്കി ഷാരോണിനെ കൊലപ്പെടുത്തിയതാണെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദം. ഷാരോൺ രാജിനെ 2022 ഒക്ടോബർ 14 വിഷം കലർത്തിയ കഷായം നൽകി ഗ്രീഷ്മ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. വീട്ടിൽ വിളിച്ചുവരുത്തിയ കഷായത്തിൽ കടനാശിനി ചേർത്ത് കുടിപ്പിക്കുകയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഒക്ടോബർ 25 ഷാരോൺ മരിച്ചത്. കേരളത്തിലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളിയാണ് 24-കാരിയായ ഗ്രീഷ്മ. റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് സംസ്ഥാന സർക്കാർ. ADGP S. ശ്രീജിത്ത് കേസ് അന്വേഷിക്കും. റഷ്യയിൽ കൊല ചെയ്യപ്പെട്ട ബിനിലിന്റെയും പരിക്കേറ്റ ജയിന്റെയും ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി.
അതേസമയം വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്ത റിമാൻഡിലായ ട്രാവൽ ഏജന്റുമാരെ കസ്റ്റഡിയിൽ ലഭിക്കാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും. റഷ്യൻ പൗരത്വമുള്ള സന്ദീപ് തോമസ്, തയ്യൂർ സ്വദേശി സിബി, ചാലക്കുടി സ്വദേശി സുമേഷ് ആന്റണി എന്നിവരാണ് റിമാൻഡിലുള്ളത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ ലഭിക്കാൻ അപേക്ഷ നൽകുമെന്ന് വടക്കാഞ്ചേരി CI TCBയോട് പറഞ്ഞു. കോടശ്ശേരി, അതിരപ്പള്ളി, പരിയാരം മേഖലകളിൽ പട്ടാപ്പകൽ കാട്ടാനകൾ ജനവാസ കേന്ദ്രത്തിലിറങ്ങി. പരിയാരം പഞ്ചായത്തിലെ മോതിരക്കണ്ണി, പീലാർമുഴി എന്നിവിടങ്ങളിലായിരുന്നു ആനകളുടെ താണ്ഡവം. പ്ലാന്റേഷൻ കോർപ്പറേഷൻ പ്രദേശത്തു നിന്ന് പുഴ കടന്നെത്തിയ ആനകൾ കോട്ടാർമലയിൽ തമ്പടിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നുമാണ് 3 പഞ്ചായത്തുകളുടെ മലയോരവുമായി ചേർന്നുള്ള ജനവാസ മേഖലകളിലേക്ക് ആനകൾ എത്തിയത്. പീലാർമുഴിയിലെ കല്ലുമട സജീവന്റെ പറമ്പിൽ റബ്ബർ മരങ്ങളും വാഴകളും ആനകൾ നശിപ്പിച്ചു. കരിപ്പായ ജോസ്, പുഷ്പാങ്കദൻ എന്നിവരുടെ വീട്ടുപറമ്പുകളിലും ആനകൾ നാശം വിതച്ചു. ആളുകൾ സംഘടിച്ച് ബഹളമുണ്ടാക്കിയതോടെ 6 ആനകൾ സമീപത്തെ കുന്നിൻ പ്രദേശത്തേക്ക് തിരിഞ്ഞു. വഴിമാറി മോതിരക്കണ്ണി റോഡിലിറങ്ങിയ കൊമ്പനെ കണ്ട് പ്രദേശവാസികൾ പരിഭ്രാന്തിയിലായി. ആനയുടെ വരവ് കണ്ട് നാട്ടുകാർ റോഡിൽ നിന്നും ഓടിമാറി. വെട്ടിക്കുഴിയിൽ റോഡിലൂടെ ചായപ്പൻ കുഴിയിലെത്തിയ കൊമ്പൻ തട്ടിൽ റോസയുടെ മതിൽ തകർത്ത് പറമ്പിലെ വാഴകൾ നശിപ്പിച്ചു. വനപാലകരെത്തിയാണ് ആനയെ തുരത്തിയത്. തൃക്കൂർ മതിക്കുന്ന് ക്ഷേത്രത്തിലെ വേല എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ആന ഇടഞ്ഞു. ഊട്ടോളി അനന്തനാണ് ഇടഞ്ഞത്. രാവിലെ എഴുന്നള്ളിപ്പിന് മുൻപാണ് ആന അനുസരണക്കേട് കാണിച്ചത്. ഇടഞ്ഞ ആനയെ എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് ഉടൻ തന്നെ തളച്ചു. രാവിലത്തെ എഴുന്നള്ളിപ്പിന് തിടമ്പേറ്റുന്നതിനാണ് ആനയെ കൊണ്ടുവന്നത്. ആനയെ എഴുന്നള്ളിപ്പിൽ പങ്കെടുപ്പിക്കാതെ തിരികെ കൊണ്ടുപോയി. പിന്നീട് 4 ആനകളുമായാണ് എഴുന്നള്ളിപ്പ് നടത്തിയത്. ഒരു വിഭാഗം അധ്യാപകരും സർക്കാർ ജീവനക്കാരും ബുധനാഴ്ച പ്രഖ്യാപിച്ച സമരത്തെ നേരിടാൻ ഡയസ് നോൺ പ്രഖ്യാപിച്ച് ചീഫ് സെക്രട്ടറി ഉത്തരവിട്ടു. അടിയന്തര സാഹചര്യത്തിലൊഴികെ ഈ മാസം 22-ന് അവധി അനുവദിക്കില്ല. ക്ഷാമബത്ത, ശമ്പള പരിഷ്കരണം, ലീവ് സറണ്ടർ, കുടിശ്ശിക തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. പണിമുടക്ക് ദിവസത്തെ ശമ്പളം ഫെബ്രുവരി മാസത്തെ ശമ്പളത്തിൽ നിന്ന് കുറവ് ചെയ്യും. പണിമുടക്ക് ദിവസം അനുമതിയില്ലാതെ ഹാജരാകാത്ത താൽക്കാലിക ജീവനക്കാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുമെന്നും ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നു. ജോലിക്കെത്തുന്ന ജീവനക്കാർക്ക് പോലീസ് സംരക്ഷണം നൽകുമെന്നും ചീഫ് സെക്രട്ടറി ഉത്തരവിൽ വ്യക്തമാക്കി. റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല കടയടപ്പ് സമരത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ വ്യാപാരി സംഘടനാ നേതാക്കൾ ഭക്ഷ്യമന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. ഭക്ഷ്യമന്ത്രി GR അനിലിന്റെ അധ്യക്ഷതയിൽ കൂടിയ സംഘടനാ നേതാക്കളുടെ യോഗത്തിൽ വേതന പാക്കേജ് വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് യാതൊരു ഉറപ്പും നൽകാൻ മന്ത്രി തയ്യാറാകാത്തതിനെ തുടർന്നാണ് ചർച്ച പരാജയപ്പെട്ടത്. വേതന പാക്കേജ് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഉറപ്പ് കിട്ടാത്ത സാഹചര്യത്തിൽ ഈ മാസം 27 മുതൽ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ടു പോകുമെന്ന് റേഷൻ വ്യാപാരി സംഘടനാ നേതാക്കൾ അറിയിച്ചു. നിലവിൽ വേതനമായി നൽകുന്ന 18,000 രൂപ 30,000 രൂപയാക്കണമെന്ന് റേഷൻ വ്യാപാരികൾ ആവശ്യപ്പെട്ടു. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ ശക്തമായ വേലിയേറ്റം. ശക്തമായ തിരയിൽ കടൽ വെള്ളം കരയിലേക്ക് അടിച്ചുകയറി. ബീച്ചിലെ പാർക്കിംഗ് ഗ്രൗണ്ട് ഉൾപ്പെടെ മുങ്ങിപ്പോയി. സമീപത്തെ കടകളിലേക്ക് വെള്ളം കയറി. കരയിൽ കയറ്റിവച്ചിരുന്ന മത്സ്യബന്ധന യാനങ്ങൾ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. തിങ്കളാഴ്ച പുലർച്ചെ മുതലാണ് വേലിയേറ്റം തുടങ്ങിയത്. കടൽ തീരത്തെ താൽക്കാലിക കടകളെല്ലാം വെള്ളത്തിൽ മുങ്ങി. കഴിഞ്ഞ മാസം 2 തവണയാണ് വേലിയേറ്റം മൂലം വെള്ളം കയറിയത്. അടിക്കടിയുണ്ടാകുന്ന വേലിയേറ്റം മൂലം ആശങ്കയിലാണ് ബീച്ചിലെ കച്ചവടക്കാർ. കേച്ചേരി മണലിയിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലും വീട്ടുമതിലിലും ഇടിച്ചു കയറി യുവാവ് മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾക്ക് പരിക്കേറ്റു. മണലി സ്വദേശി ചുങ്കത്ത് വീട്ടിൽ ഷാജുവിന്റെ മകൻ 27 വയസ്സുള്ള എബിനാണ് മരിച്ചത്. മണലി സ്വദേശികളായ വിമൽ, ഡിബിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രി 11:30 മണലി തണ്ടിലം റോഡിലാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ വിമലിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും ഡിബിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇരുവരുടെയും പരിക്ക് ഗുരുതരമല്ല. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. എറിയാട് സ്കൂൾ ബസ് ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. എറിയാട് സ്വദേശി വടശ്ശേരി 74 വയസ്സുള്ള രഘുനാഥനാണ് മരിച്ചത്. ഒക്ടോബർ 3-ന് എറിയാട് ഗാലക്സി ഓഡിറ്റോറിയത്തിനു സമീപമായിരുന്നു അപകടം നടന്നത്. എരുമപ്പെട്ടിയിൽ സ്കൂട്ടർ ഇടിച്ച് വയോധികൻ മരിച്ചു. വിറകുവെട്ട് തൊഴിലാളിയായ എരുമപ്പെട്ടി വട്ടക്കുഴി വീട്ടിൽ 70 വയസ്സുള്ള ജോണി ആണ് മരിച്ചത്. എരുമപ്പെട്ടി പെട്രോൾ പമ്പിന് മുന്നിലായിരുന്നു അപകടം. അപകടത്തിൽ പരിക്കേറ്റ ജോണിയെ സ്കൂട്ടർ യാത്രക്കാരൻ എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ആദ്യം പ്രവേശിപ്പിച്ചുവെങ്കിലും
പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം ഇയാളെ മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. എന്നാൽ സ്കൂട്ടർ യാത്രക്കാരൻ പരിക്കേറ്റയാളെ കടങ്ങോട് റോഡ് ജംഗ്ഷനിൽ ഉപേക്ഷിക്കുകയായിരുന്നു. തുടർന്ന് ശ്വാസതടസ്സം നേരിട്ട ജോണിയെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നാട്ടുകാർ 108 ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ചികിത്സയിലിരിക്കെ മരിച്ചു. കണിമംഗലം സ്വദേശിയായ ജോണി 20 വർഷമായി എരുമപ്പെട്ടിയിൽ താമസിച്ചു വരികയാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് മരണം സംഭവിച്ചത് കേരളത്തിലാണെന്ന് കേന്ദ്ര സർക്കാരിന്റെ കണക്ക്. കഴിഞ്ഞ വർഷം കേരളത്തിൽ കോവിഡ് ബാധിച്ചു മരിച്ചത് 66 പേരാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ലോക്സഭയിൽ പറഞ്ഞു. കഴിഞ്ഞ വർഷം 5597 പേർക്ക് കേരളത്തിൽ കോവിഡ് സ്ഥിരീകരിച്ചു. 2023 516 മരണമാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് എന്നും കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. വളരെ പരിമിതമായ കോവിഡ് പരിശോധനകൾ മാത്രമാണ് ഇപ്പോൾ നടന്നുവരുന്നത്. പനിയുമായി ആശുപത്രിയിലെത്തുന്ന എല്ലാവരോടും RT-PCR പരിശോധന നടത്താൻ നിർബന്ധിക്കാറില്ല. ഗുരുതരമായ ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്കാണ് നിലവിൽ കോവിഡ് പരിശോധന നടത്തുന്നത്. കോവിഡ് കേസുകൾ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും സമൂഹത്തിന്റെ ആകെ ശരാശരി കോവിഡ് പ്രതിരോധം മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും രോഗം മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു വരികയാണെന്നും IMA അറിയിച്ചു. തെന്നിന്ത്യൻ ചലച്ചിത്ര നടൻ വിജയ് രംഗരാജു അന്തരിച്ചു. ചെന്നൈയിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. ഹൈദരാബാദിൽ സിനിമാ ചിത്രീകരണത്തിനിടെ പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു. വിയറ്റ്നാം കോളനിയിലെ റാവുത്തർ എന്ന കഥാപാത്രത്തിലൂടെയാണ് വിജയ് രംഗരാജു മലയാളികൾക്ക് സുപരിചിതനായത്. തെലുങ്ക്, കന്നഡ, തമിഴ്, മലയാളം എന്നീ ഭാഷകളിലായി നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. കുന്നംകുളത്ത് വിശ്വദീപ്തി അഗ്രി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ 50 കോടിയുടെ സാമ്പത്തിക തട്ടിപ്പ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് നിക്ഷേപകർ കുന്നംകുളം തൃശൂർ റോഡിലെ സൊസൈറ്റി ഓഫീസ് ഉപരോധിച്ചു. 200ഓളം വരുന്ന നിക്ഷേപകരാണ് സ്ഥാപനം ഉപരോധിച്ചത്. കാലാവധി കഴിഞ്ഞിട്ടും നിക്ഷേപകർക്ക് പണം തിരികെ നൽകാത്തതിനെ തുടർന്നായിരുന്നു ഉപരോധം. പ്രതിഷേധം ശക്തമായതോടെ കുന്നംകുളം അഡീഷണൽ സബ് ഇൻസ്പെക്ടർ ജോർജിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി നിക്ഷേപകരും സ്ഥാപന അധികൃതരുമായും ചർച്ച നടത്തി. ഏതാനും മാസങ്ങൾക്കുള്ളിൽ പണം തിരികെ നൽകാനാകുമെന്ന് അധികൃതർ അറിയിച്ചു. എന്നാൽ കൃത്യമായ വിവരം ലഭിക്കാതെ പിരിഞ്ഞു പോകില്ലെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ നിലപാട്. കഴിഞ്ഞ ഓഗസ്റ്റ് വരേക്കും ഒരു പ്രോബ്ലം ഇല്ലാതെ ഇൻട്രസ്റ്റ് മന്ത്ലി തന്നിരുന്നു. എന്നാൽ ഓഗസ്റ്റിന് ശേഷം അതുണ്ടായിട്ടില്ല. അതിന് പോരാ അവരെ വരുന്ന ഷൗട്ട് ചെയ്യുക ചെയ്യണം. ഓഫീസിൽ വരുമ്പോൾ കള്ളത്തരമായിട്ട് ലീഗൽ അഡ്വൈസർ എന്ന് പറയാം. അവർ നമ്മൾ ക്വസ്റ്റ്യങ്ങൾ ചോദിക്കും തോറും അവരെല്ലാം എന്ന് പറഞ്ഞ് പിന്മാറാണ്. ഉത്തരവാദിത്തപ്പെട്ട ഒരു ഒരാളും ഇതുവരെ ഞങ്ങളോട് സംസാരിക്കാനുണ്ടായിട്ടില്ല. പക്ഷേ ഇത് പക്ക ഫ്രാഡാന്നുള്ളത് തീർത്ത് പറയാം. ഇവരെ കിട്ടുന്ന ഞങ്ങൾക്ക് ഒരു വിശ്വാസമില്ല. ഞങ്ങളെപ്പോലെ ഒക്ടോബറിലെ മെച്ചോർഡായ കുറച്ച് പാർട്ടികളുണ്ട്. അവർക്കും ഇതുവരെയ്ക്കും ഒരു പൈസ ഇല്ല. ഒരു 5-6 മാസമായി മെച്ചോർഡ് ആയാൽ ഒരാൾക്കും ഇതുവരെ പൈസ കിട്ടില്ല, ഇൻട്രസ്റ്റും ഇല്ല. എല്ലാവരും പ്രശ്നങ്ങളും പരിഹരിക്കണം. വിശ്വദീപ്തിയുടെ എല്ലാ പ്രശ്നവും പരിഹരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇന്നത്തോട് കൂടിയിട്ട് എനിക്ക് എല്ലാ ബ്രാഞ്ചത്തെ റിപ്പോർട്ടുകൾ കിട്ടും. ആർക്കൊക്കെ എത്ര കൊടുക്കാണ്ട്, ബാധ്യതകൾ എത്ര ഉണ്ട്, ആ ഡീറ്റെയിൽസ് കിട്ടിയ വയ്ക്കുന്നത് അത് ഞാൻ ഫോർവേഡ് ചെയ്യും. ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞ 26-ാം തീയതി ശേഷം നേരിട്ടിരുന്ന് സംസാരിച്ചിട്ട് തീരുമാനം പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രൂപ്പ് ഉണ്ടായിക്കോളൂ, കുന്നംകുളം ബ്രാഞ്ചിലെ ഗ്രൂപ്പ് ഉണ്ടായിക്കോളൂ, എല്ലാവരും സ്റ്റാഫുകളും മെമ്പർമാരും എല്ലാവരും വഴി ആഡ് ആയിക്കോളൂ, എന്നെയും വഴി ഉൾപ്പെടുത്തിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവരും വിളിച്ചു ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. എൻ്റെ നമ്പർ അതിലുണ്ടായിക്കല്ലോ, ഞാൻ നമ്പർ തന്നല്ലോ. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം അതിൽ പറയാം. അതുപ്രകാരം നിങ്ങൾ നടപടികളായിട്ട് കാര്യങ്ങൾ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അത് നിങ്ങളുടെ പൈസ കിട്ടേണ്ട രീതി എങ്ങനെയാണ് തരുന്നത്, എല്ലാവരും പൈസ തരാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ അസോസിയേഷൻ. കഴിഞ്ഞ ദിവസം കയ്പമംഗലം കാളമുറിയിൽ ഉണ്ടായ സംഘടനവുമായി ബന്ധപ്പെട്ട 3 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം സ്വദേശികളായ പോത്താംപറമ്പിൽ മനു, കോലോത്തുംപറമ്പിൽ താലിബ്, അമ്പലത്ത് വീട്ടിൽ ഹാരിഷ് എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയിലാണ് മുൻവൈരാഗ്യത്തെ തുടർന്ന് ബൈക്കിലും കാറിലുമായി എത്തിയ സംഘങ്ങൾ ഏറ്റുമുട്ടിയത്. കേസുമായി ബന്ധപ്പെട്ട 5 പേരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ചീരകൃഷിയിൽ പുത്തൻ പരീക്ഷണങ്ങളുടെ പണിപ്പുരയിലാണ് ഗുരുവായൂർ സ്വദേശി സുജാത സുകുമാരൻ. ചീരയിൽ നിന്ന് കണ്ടെത്തിയ ശീതളപാനീയം വിജയകരമായതിനെ തുടർന്ന് ഇനി കാലിത്തീറ്റയും നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് സുജാത. സുജാത സുകുമാരൻ പാലുവായിലെ വീട്ടിൽ തയ്യാറാക്കുന്ന ശീതളപാനീയത്തിന് വൻ ഡിമാൻഡാണ്. കേരളത്തിന്റെ പല മേഖലകളിൽ നിന്നും ഇതിനായി നിരവധി ആവശ്യക്കാരെത്തുന്നുണ്ട്. പോഷകസമൃദ്ധമായ വ്ളാത്താങ്കര ചീരയാണ് പാനീയം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നത്. 20 വർഷത്തോളമായി ജൈവകൃഷിയിലൂടെ ശ്രദ്ധേയയായ ഇവർ 3 വർഷം മുൻപാണ് ശീതളപാനീയ ഉൽപ്പാദന രംഗത്തേക്ക് കടന്നത്. വീട്ടിലെ കുട്ടികളുടെ ആരോഗ്യ പാലനമായിരുന്നു ലക്ഷ്യം. വീട്ടിൽ ചീരക്കറി വെച്ചാൽ കുട്ടികൾ കഴിക്കാറില്ല. വിറ്റാമിനുകളുടെ കലവറയായ ചീരയുടെ ഗുണം കുട്ടികളിലെത്തിക്കാൻ
സുജാത കണ്ടെത്തിയ മാർഗമാണ് ശീതളപാനീയം. ചീര കഴുകിയെടുത്ത് അരിയുമ്പോഴുണ്ടാകുന്ന രക്തവർണ്ണ പാനീയം ശേഖരിച്ച് അല്പം തേനും ചേർത്ത് കുട്ടികൾക്ക് നൽകിയതോടെ സംഭവം ക്ലിക്കായി. പിന്നെ വീട്ടിൽ വിരുന്നെത്തുന്നവർക്കും ഇത് നൽകി തുടങ്ങി. ഇഞ്ചിയും ചെറുനാരങ്ങയും മധുരവും കൂട്ടി സംഭവം കളറാക്കി. ഇത് കുടിച്ച കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരാണ് വിപണിയിൽ ഇറക്കാൻ നിർദ്ദേശിച്ചത്. നഗരസഭയുടെ ആഴ്ചച്ചന്തയിലും വിവിധ പ്രദർശന മേളകളിലും സുജാതയുടെ ശീതളപാനീയം ഹിറ്റാണ്. അവർ 2-3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചീര കൃഷിയുടെ സ്കാഷ് ഉണ്ടാക്കി കൊടുത്തിരുന്നു. അപ്പോൾ അതൊന്നും അങ്ങനെ ആരും അതിന് പ്രാധാന്യം തന്നിരുന്നില്ല. പിന്നെ സ്റ്റാളുകൾ വഴിയാണ് കൂടുതൽ ചെന്നപ്പോഴാണ് അതിന് പ്രാധാന്യം നൽകിയത്. പിന്നെ ഞങ്ങൾ കൃഷികളുടെ മീറ്റിംഗ് ഒക്കെ വീട്ടിൽ വെക്കുമ്പോൾ അവർക്ക് ചീര സ്കാഷ് കൊടുത്തപ്പോൾ അവർക്കൊക്കെ അത് നല്ല അഭിപ്രായം വന്നപ്പോൾ കൃഷി ഓഫീസർ അത് ആഴ്ച ചന്തയിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തിക്കൂടെ എന്നുള്ളത് ചോദിച്ചപ്പോൾ അതിന് കൂടുതൽ പ്രാധാന്യം തോന്നി. ഞാനത് എല്ലായിടത്തും കൊണ്ടുപോയി വിൽപ്പന തുടങ്ങി. കാർഷിക സർവകലാശാലയുടെ സാങ്കേതിക പിന്തുണയോടെ വിപണി വിപുലീകരിക്കാനാണ് ഇവരുടെ ശ്രമം. മിഷനറികൾ ഉപയോഗിച്ച് ചീരച്ചണ്ടി പെല്ലറ്റാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണിവർ. കാർഷിക രംഗത്തെ പുത്തൻ ഉണർവ് ഇവരുടെ പരീക്ഷണങ്ങൾക്ക് പ്രോത്സാഹനമായി. കൃഷിവകുപ്പും നഗരസഭയും കുടുംബശ്രീയും കൂടെയുണ്ട്. പാട്ടത്തിനെടുത്ത 1 ഏക്കറോളം വരുന്ന സ്ഥലത്ത് 10 ഇനത്തിലധികം ചീരകളാണ് സുജാത കൃഷി ചെയ്യുന്നത്. മുൻ കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ സുജാതയുടെ ചീരകൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനിഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സബീന പരീദ്, തൈക്കാട് കൃഷി ഓഫീസർ VC രജിന, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AM ഷഹീർ, AM ഷഫീർ, ബിന്ദു അജിത് കുമാർ, കൗൺസിലർമാരായ രഹിത പ്രസാദ്, ബിന്ദു പുരുഷോത്തമൻ, അജിത ദിനേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, ഗുരുവായൂർ. തൊഴിൽ പ്രവർത്തന രംഗത്തും തൊഴിൽ നൽകുന്നതിലും മെച്ചപ്പെട്ട വേതനം നൽകുന്നതിലും സംസ്ഥാനത്തെ യുവജനങ്ങളോട് ഇടതുപക്ഷ സർക്കാർ കടുത്ത വഞ്ചനയാണ് തുടരുന്നത് എന്ന് INTUC യങ് വർക്കേഴ്സ് കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് കാർത്തിക് ശശി പറഞ്ഞു. INTUC തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന യങ് വർക്കേഴ്സ് കൗൺസിൽ ജില്ലാതല നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ നോക്കുകുത്തിയാക്കിയും സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്ക് യാതൊരു മാനദണ്ഡങ്ങളുമില്ലാതെ രാഷ്ട്രീയ താൽപര്യം മാത്രം മാനിച്ചുകൊണ്ട് നിയമനങ്ങൾ നടത്തിവരുന്നതായും അദ്ദേഹം പറഞ്ഞു. യങ് വർക്കേഴ്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് വിനീഷ് തണ്ടാശ്ശേരി അധ്യക്ഷത വഹിച്ചു. INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി VJ ജോസഫ്, ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി, ജില്ലാ ജനറൽ സെക്രട്ടറി VA ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. കട തീപിടിച്ചതിനെ തുടർന്ന് അർഹതപ്പെട്ട ഇൻഷുറൻസ് തുക നൽകാതിരുന്നതിനെതിരെ ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാരന് അനുകൂല വിധി. ഒല്ലൂർ വെസ്റ്റ് ബസാറിലെ അതിയുന്തൻ വീട്ടിൽ ഷാജൻ ഫയൽ ചെയ്ത ഹർജിയിലാണ് തൃശൂർ വെസ്റ്റ് ഫോർട്ടിലെ ബജാജ് അലയൻസ് ജനറൽ ഇൻഷുറൻസ് കമ്പനി മാനേജർക്കെതിരെ വിധിയായത്. ഷാജന്റെ ഒല്ലൂർ പള്ളിനടയിലുള്ള വെസ്റ്റേൺ ബസാറിലെ സെന്റ് റാഫേൽ സ്റ്റോർ സോൺ ആണ് കത്തിനശിച്ചത്. തെളിവുകൾ പരിഗണിച്ച തൃശൂർ ഉപഭോക്തൃ കോടതി ഹർജിക്കാരന് ബാക്കി ഇൻഷുറൻസ് തുകയായ 4,39,789 രൂപയും 2014 ഒക്ടോബർ 1 മുതൽ 9% പലിശയും നഷ്ടപരിഹാരമായി 10,000 രൂപയും ചെലവിലേക്കായി 10,000 രൂപയും നൽകാൻ ഉത്തരവിടുകയായിരുന്നു. ഹർജിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി കോടതിയിൽ ഹാജരായി. കൊടുങ്ങല്ലൂരിൽ മൊബൈൽ ടവറിലെ കേബിളുകൾ മോഷ്ടിച്ച കേസിലെ പ്രതികളായ ഇതര സംസ്ഥാനക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പശ്ചിമബംഗാൾ സ്വദേശികളായ റാഷിദ് മൊണ്ടാൽ, മുഹമ്മദ് ഷയീദ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുണിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 17-ാം തീയതിയായിരുന്നു സംഭവം. പുല്ലൂറ്റ് നാരായണമംഗലത്തെ ഇൻഡസ് ടവേഴ്സ് കമ്പനിയുടെ മൊബൈൽ ടവറിലെ കേബിളുകളാണ് പ്രതികൾ മോഷ്ടിച്ചത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. മോഷ്ടാക്കൾ ഉപയോഗിച്ചിരുന്ന പെട്ടി ഓട്ടോറിക്ഷയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സബ് ഇൻസ്പെക്ടർ സാലിം, ഗ്രേഡ് SI ബാബു, പോലീസ് ഉദ്യോഗസ്ഥരായ ഗോപേഷ്, ഷിജിൻ നാഥ്, ഷമീർ, വിഷ്ണു എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ചാലക്കുടി പുഴയിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ കണക്കൻ കടവിൽ സ്ഥാപിച്ചിട്ടുള്ള ഷട്ടറിന്റെ ചോർച്ച പൂർണ്ണമായി തടയാനാകാത്തതിനാൽ ഈ വർഷവും മണൽ കൊണ്ടുള്ള താൽക്കാലിക തടയണ കെട്ടി ചോർച്ച തടയാൻ ഷട്ടറുകളിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും പൂർണ്ണമായി പരിഹരിക്കാൻ കഴിഞ്ഞില്ല. ഷട്ടറുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും അടിഭാഗത്തെ കോൺക്രീറ്റ് നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഷട്ടറിന്റെ തകരാർ മാത്രം പരിഹരിച്ചതുകൊണ്ട് ചോർച്ച തടയാൻ കഴിയാത്ത അവസ്ഥയിലാണ്. നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കാനുള്ള പദ്ധതി ആവിഷ്കരിക്കാൻ കഴിയാത്തതിനാൽ റെഗുലേറ്ററിന്റെ ഗുണഫലം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഷട്ടർ നിർമ്മിച്ച വർഷത്തിൽ തന്നെ ഉപ്പുവെള്ളം കയറിയിരുന്നു. നിർമ്മാണത്തിലെ അപാകതയാണ് ചോർച്ചയ്ക്കിടയാക്കിയതെന്ന് ചൂണ്ടിക്കാണിച്ചെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല.
അതിന് പരിഹാരമായി എല്ലാ വർഷവും താൽക്കാലിക തടയണ നിർമ്മാണം നടത്തുകയായിരുന്നു. ഷട്ടറുകളിലെ ചോർച്ച കാരണം എല്ലാ വർഷവും 30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് താൽക്കാലിക തടയണ മണൽ ഉപയോഗിച്ച് നിർമ്മിക്കുന്നത്. തടയണ കെട്ടിയതിനു ശേഷം കനത്ത മഴ പെയ്താൽ എല്ലാം ഒലിച്ചു പോകുന്നതിനാൽ വീണ്ടും ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ട അവസ്ഥയിലാണ്. ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനൊപ്പം പുഴയിലെ അധിക വെള്ളം കായലിലേക്ക് ഒഴുക്കുന്നതിനും വേണ്ടിയാണ് കണക്കൻ കടവിൽ 2.5 പതിറ്റാണ്ട് മുൻപ് റെഗുലേറ്റർ നിർമ്മിച്ചത്. ജലനിരപ്പ് ഉയർന്നാൽ കുഴൂർ, അന്നമനട, പാറക്കടവ് പഞ്ചായത്തുകളിലെ കൃഷിയിടങ്ങൾ വെള്ളത്തിലാകും. ഉപ്പുവെള്ളം കയറിയാലും കൃഷിനാശത്തിനിടയാക്കും. ഉപ്പുവെള്ളം എത്തിയാൽ കുടിവെള്ള വിതരണവും അവതാളത്തിലാകും. തടയണയുടെ കൂടുതൽ പ്രയോജനം തൃശൂർ ജില്ലയിലെ പ്രദേശങ്ങൾക്കാണെങ്കിലും ഷട്ടറുകൾ എറണാകുളം ജില്ലയിലാണുള്ളത്. കോടികൾ ചിലവഴിച്ച് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിച്ചെങ്കിലും ഉപ്പുവെള്ളം കയറാതിരിക്കാൻ താൽക്കാലിക തടയണ മാത്രമാണ് ആശ്രയം. നിർമ്മാണത്തിലെ അപാകതയായ കോൺക്രീറ്റിലെ ചോർച്ച തടയാൻ അറ്റകുറ്റപ്പണികൾ അസാധ്യമാണെന്നാണ് വിലയിരുത്തുന്നത്. എല്ലാ വർഷവും 30 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ചാലക്കുടിപ്പുഴ കായലുമായി ചേരുന്ന സ്ഥലത്ത് മണൽ കൊണ്ടുള്ള താൽക്കാലിക തടയണ നിർമ്മിക്കുന്നത് ഒഴിവാക്കി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന ആവശ്യത്തിൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഉപ്പുവെള്ളം കയറി ജനങ്ങൾ പ്രതിഷേധം ശക്തമാക്കുമ്പോൾ മാത്രമാണ് ബണ്ട് കെട്ടുന്നതെന്ന് പരിസരവാസിയായ AKPA പൊയ്യ യൂണിറ്റ് സെക്രട്ടറി ജയൻ പുളിക്കൽ പറഞ്ഞു. ചാലക്കുടിയാറിലേക്ക് ഊരുവെള്ളം കയറാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കണക്കൻ കടവ് കോഴിത്തുരുത്ത് മണൽ ബണ്ട് കെട്ടുന്നത്. ഓരോ വർഷവും ലക്ഷങ്ങൾ ചെലവാക്കിയാണ് മണൽ ബണ്ട് കെട്ടുന്നത്. മണൽ ബണ്ട് കെട്ടുന്നതിനോടൊപ്പം തന്നെ കണക്കൻ കടവ് പാലത്തിലെ ഷട്ടറുകളും മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ലക്ഷങ്ങളാണ് ഇതിനു വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത്. ഇതിനൊരു ശാശ്വതമായ പരിഹാരം വേണം. TCV ന്യൂസ്, മാള. ചിറയ്ക്കൽ ഹെർബർട്ട് കനാലിൽ കുളിക്കുന്നതിനിടെ യുവാവ് മുങ്ങിമരിച്ചു. ചേർപ്പ് സ്വദേശി കുക്കപ്പറമ്പിൽ 43 വയസ്സുള്ള അനൂപാണ് മരിച്ചത്. കുളിക്കുന്നതിനിടെ കാൽ വഴുതി വീഴുകയായിരുന്നു. നാട്ടുകാർ തൃശൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചേർപ്പ് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ശുചിമുറി മാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നിറഞ്ഞ് മൂക്ക് പൊത്താതെ സഞ്ചരിക്കാൻ കഴിയാതിരുന്ന കൊക്കാല റെയിൽവേ സ്റ്റേഷൻ റോഡ് മാലിന്യരഹിത കോർണറായി മാറ്റി തൃശൂർ കോർപ്പറേഷൻ. സ്വച്ഛ് സർവേഷന്റെ ഭാഗമായാണ് തൃശൂർ കോർപ്പറേഷൻ സർക്കിൾ 3 കൊക്കാല ഡിവിഷനിലെ കോർപ്പറേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഓഫീസിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും പോകുന്ന വഴി ഗാർബേജ് ഫ്രീ കോർണറായി മാറ്റിയത്. മേയർ MK വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ, കൗൺസിലർമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വെളുപ്പായിയിൽ ഭക്ഷ്യ ഇല കഴിച്ചതിനെ തുടർന്ന് അവശനിലയിലായ 3 പശുക്കൾ കുഴഞ്ഞുവീണ് ചത്തു. 2 പശുക്കൾ ഗുരുതരാവസ്ഥയിൽ. വെളുപ്പായ ചൈന ബസാറിൽ സറ്റർ പ്ലാസ റോഡിൽ കുഴിപ്പറമ്പിൽ രവീന്ദ്രന്റെ 11 പശുക്കളിൽ 3 പശുക്കളാണ് ചത്തത്. വീടിനു സമീപത്തെ വേലിയിൽ നിന്നിരുന്ന പൂവാൻ കുറുന്നില ഇനത്തിൽപ്പെട്ട ചെടിയിൽ നിന്നും ഇല പറിച്ച് പശുക്കൾക്ക് കൊടുത്തതായി പറയുന്നു. ഉച്ചയോടെ 2 പശുക്കൾ കുഴഞ്ഞുവീണ് ചാവുകയായിരുന്നു. 3ാമത്തെ പശു വൈകിട്ടോടെയാണ് ചത്തത്. അവശനിലയിലായ 2 പശുക്കൾക്ക് വെറ്ററിനറി ഡോക്ടർ മരുന്ന് നൽകിയെങ്കിലും അവയുടെ നിലയും ഗുരുതരമാണ്. ലോകത്തിലെ പ്രഥമ വനിതാ ഹൈഡ്രോഗ്രാഫർ ഡോക്ടർ സാവിത്രി നാരായണന്റെ ഓർമ്മക്കുറിപ്പുകൾ ജീവിതസാഗരം എന്ന പുസ്തകത്തെക്കുറിച്ച് പ്രസാധന രംഗത്തെ പെൺകൂട്ടായ്മ സമത കൊളങ്ങാട്ടുകരയിൽ ചർച്ച സംഘടിപ്പിച്ചു. TG അജിത അധ്യക്ഷയായിരുന്നു. പ്രൊഫസർ ഉഷാകുമാരി, എഴുത്തുകാരനും ശാസ്ത്രാധ്യാപകനുമായ VU രാധാകൃഷ്ണൻ, പ്രൊഫസർ ഗോപിനാഥൻ, മിഥുൻ ഗോപിനാഥൻ, കണ്ടഞ്ചാത നാരായണൻ, ശ്രീനന്ദിനി സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. സാവിത്രി നാരായണൻ തന്റെ സമുദ്രാനുഭവങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചു. നിയമസഭാ വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. എളവള്ളി പഞ്ചായത്ത് 4-ാം വാർഡിൽ താമസിക്കുന്ന വയോധികരായ ദമ്പതികൾ സുമനസ്സുകളുടെ സഹായം തേടുന്നു. എളവള്ളി മേനോമ്പടിയിൽ റെയിൽപാളത്തിന് സമീപം താമസിക്കുന്ന പുല്ലാനിപ്പറമ്പത്ത് 72 വയസ്സുള്ള അശോകൻ, 64 വയസ്സുള്ള സരോജിനി എന്നിവരാണ് ദുരിത ജീവിതം നയിക്കുന്നത്. പെയിന്റിംഗ് ജോലിക്ക് പോയിരുന്ന അശോകന് കാലിൽ പഴുപ്പ് കയറി ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. തൊഴിലുറപ്പ് തൊഴിലാളിയായിരുന്ന സരോജിനിക്ക് വാദസംബന്ധമായ രോഗത്തെ തുടർന്നും ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. ഇവരുടെ 2 പെൺമക്കളെ ഉണ്ടായിരുന്ന സമ്പാദ്യവും ഭൂമിയും വിറ്റ് വിവാഹം ചെയ്തയച്ചു. മാതാപിതാക്കളുടെ പ്രതീക്ഷയായിരുന്ന മകൻ വിജീഷ്
മാസങ്ങൾക്ക് മുമ്പ് ട്രെയിൻ തട്ടി മരിച്ചതോടെ വയോധികരായ മാതാപിതാക്കൾ തനിച്ചായി. അശോകനും സരോജിനിയും ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അയൽവാസികളായ ചിലരാണ് പലപ്പോഴും ഇവർക്ക് ഭക്ഷണം നൽകുന്നത്. ഇരുവരുടെയും ചികിത്സയ്ക്ക് തന്നെ വലിയൊരു തുക എല്ലാ മാസവും വേണ്ടിവരും. നല്ലവരായ നാട്ടുകാരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഇവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ കുടുംബത്തിന് സുരക്ഷിതമായ ഒരു ഭവനം ഒരുക്കുന്നതിനും ചികിത്സയ്ക്കും നാട്ടുകാരുടെ നേതൃത്വത്തിൽ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഇവരുടെ അവസ്ഥ വളരെ മോശമാണ്. പിന്നെ ഞങ്ങളൊക്കെ എന്തെങ്കിലും സഹായിച്ചിട്ടാണ് അവർ മരുന്നിന്, അതുപോലെ തന്നെ അവർക്ക് വാടക കാശൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടാണ് അതൊക്കെ ജീവിച്ചു പോകുന്നത്. അവർക്കൊരു മോണ്ടായിരുന്നത് പെട്ടെന്ന് മരിച്ചു പോയി. സരോജിനിയുടെ പേരിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് പൂവത്തൂർ ശാഖയിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. പാവപ്പെട്ട ഈ മാതാപിതാക്കളുടെ ജീവിതത്തിന് സംരക്ഷണവും കൈത്താങ്ങുമാകാൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. സുമനസ്സുകൾക്ക് സഹായങ്ങൾ 0150300016 എന്ന അക്കൗണ്ടിലേക്ക് അയക്കാമെന്ന് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അംഗം ഷാജു കടവല്ലൂർ പറഞ്ഞു. ശോചനീയമായ അവസ്ഥയിലാണ് അവരുടെ ജീവിതം പോകുന്നത്. വീടിൻ്റെ അത്താണിയായിരുന്ന മകൻ ട്രെയിൻ തട്ടി മരണപ്പെട്ടിരുന്നു. അതിനുശേഷം ഇവരുടെ ജീവിതം വളരെ ദുരിതപൂർണ്ണമാണ്. അശോകേട്ടൻ പെയിന്റ് പണിക്ക് പോയിട്ടാണ് ഈ വീട് കഴിഞ്ഞിരുന്നത്. എന്നാൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ അദ്ദേഹത്തിന് ഇപ്പോൾ ജോലിക്ക് പോകാൻ കഴിയാതായി. ഇപ്പോൾ വാടക വീട്ടിലാണ്, ഈ വീട്ടിലാണ് ഇപ്പോൾ താമസം. ആ വാടക കാശ് പോലും കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. TCV പാവറട്ടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഡുകളുടെ അതിർത്തി പുനർനിർണയവുമായി ബന്ധപ്പെട്ട് ഡീലിമിറ്റേഷൻ കമ്മീഷൻ തൃശൂരിൽ പബ്ലിക് ഹിയറിംഗ് നടത്തും. ഈ മാസം 31 രാവിലെ 9 മുതൽ തൃശൂർ ടൗൺ ഹാളിലാണ് ഹിയറിംഗ്. നിശ്ചിത സമയപരിധിക്ക് മുൻപായി അപേക്ഷകൾ, ആക്ഷേപങ്ങൾ ഉന്നയിച്ചവർക്ക് ഹിയറിംഗിൽ പങ്കെടുക്കാം. നിലവിൽ 1230 പരാതികളാണ് ജില്ലയിൽ ലഭിച്ചിട്ടുള്ളത്. വിവിധ മേഖലകളെ തരംതിരിച്ചാണ് ഹിയറിംഗിനുള്ള സമയം നിശ്ചയിച്ചിട്ടുള്ളത്. കേരള വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച തൃശൂർ ജില്ലാതല അദാലത്തിൽ 24 പരാതികൾക്ക് പരിഹാരമായി. 54 കേസുകളാണ് കമ്മീഷൻ പരിഗണിച്ചത്. 5 കേസുകളിൽ റിപ്പോർട്ട് തേടി. 24 കേസുകൾ അടുത്ത അദാലത്തിൽ തുടർന്നും പരിഗണിക്കും. തൃശൂർ ടൗൺ ഹാളിൽ നടന്ന അദാലത്തിന് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. സതീദേവി, വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ, അഭിഭാഷകരായ സജിത, ഇന്ദു മേനോൻ, കൗൺസിലർ മാല രമണൻ തുടങ്ങിയവർ അദാലത്തിന് നേതൃത്വം നൽകി. ഇനി വാണിജ്യം. കമനീയമായ കളിമൺ വിസ്മയങ്ങളും ആർട്ടിഫിഷ്യൽ പൂക്കളുടെ മനോഹാരിതയും ഒരുക്കി ക്ലേ ഫാക്ടറി മണ്ണുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചു. മണ്ണുത്തിയിൽ 2 വർഷമായി പ്രവർത്തിക്കുന്ന ക്ലേ ഫാക്ടറിയുടെ രണ്ടാമത് ഷോറൂമാണ് മണ്ണുത്തി പോസ്റ്റ് ഓഫീസ് റോഡിൽ ഏവിയൻ പ്ലാസയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സെൻട്രൽ ടാക്സ് ആൻഡ് സെൻട്രൽ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ N. മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അഗ്രി ഹോർട്ടി നഴ്സറി അസോസിയേഷൻ പ്രസിഡന്റ് VG ഉണ്ണികൃഷ്ണൻ മുഖ്യ അതിഥിയായിരുന്നു. മണ്ണുത്തി സെന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ പോളി നീലങ്കാവിൽ ആശീർവാദ കർമ്മം നിർവഹിച്ചു. ക്ലേ ഫാക്ടറി ഡയറക്ടർമാരായ PV ജോൺസൺ, ആശ ജോൺസൺ, അർജുന അവാർഡ് ജേതാവ് TV പോളി, വിൻജോ പ്ലാസ്റ്റിക് ഉടമ ജോസ് തുടങ്ങി ബന്ധുമിത്രാദികളും സ്റ്റാഫ് അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സെറാമിക് പോട്ട്, ക്ലേ പോട്ട്സ്, ഫൈബർ ഗ്ലാസ് പോട്ട്സ്, ഫൈബർ സിമന്റ് പോട്ട്സ്, ക്ലേ ഐഡോൾസ്, മക്രീം ഹാങ്ങേഴ്സ്, ഹോം ഡെക്കോർ, കസ്റ്റമൈസ്ഡ് പോട്ട്സ്, യൂണിക് ഐറ്റംസ് തുടങ്ങി വിപുലമായ ശേഖരമാണ് മണ്ണുത്തി ക്ലേ ഫാക്ടറിയിൽ ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് 8547634801. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7390 രൂപ, പവന് 59,120 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3287 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സർക്കാരിൽ ഉണ്ടായേക്കാവുന്ന അസ്ഥിരത സംസ്ഥാന സർക്കാരുകളിലേക്ക് പടർത്താനാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം വഴിവെക്കുക എന്ന്
മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ SY ഖുറൈഷി. രാജ്യത്തിന്റെ ഫെഡറലിസത്തിന്മേൽ നടത്തുന്ന ആക്രമണമാണ് ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ആശയമെന്നും ഖുറൈഷി. തിരുവനന്തപുരം പാറശാല ഷാരൂൺ രാജ് വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രഖ്യാപിച്ചത്. ഗ്രീഷ്മ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന കേരളത്തിലെ പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളി. റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് മനുഷ്യക്കടത്തു നടത്തിയ സംഭവം അന്വേഷണത്തിന് ഉത്തരവിട്ട് സംസ്ഥാന സർക്കാർ. ADGP S. ശ്രീജിത്ത് കേസ് അന്വേഷിക്കും. കോടശ്ശേരി വെട്ടിക്കുഴിയിൽ ജനവാസ മേഖലയിൽ പകൽ കാട്ടാനയിറങ്ങി വീട്ടുമതിൽ തകർത്തു. തുടർച്ചയായി ആനയിറങ്ങുന്നതോടെ ഭീതിയിൽ പ്രദേശവാസികൾ. ഒരു വിഭാഗം അധ്യാപകരും സർക്കാർ ജീവനക്കാരും പ്രഖ്യാപിച്ച സമരത്തെ നേരിടാൻ സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചു. പണിമുടക്ക് ദിവസം അനുമതിയില്ലാതെ ഹാജരാകാത്ത താൽക്കാലിക ജീവനക്കാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുമെന്ന് ചീഫ് സെക്രട്ടറി. റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല കടയടപ്പ് സമരം ഒഴിവാക്കാൻ ഭക്ഷ്യവകുപ്പ് മന്ത്രി നടത്തിയ ചർച്ച പരാജയം. 27 മുതൽ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ടു പോകുമെന്ന് റേഷൻ വ്യാപാരികൾ. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ ശക്തമായ വേലിയേറ്റം. സമീപത്തെ കടകളിലേക്ക് വെള്ളം കയറി. വേലിയേറ്റം തുടർക്കഥയാകുന്നതോടെ ആശങ്കയിൽ തീരവാസികൾ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.